ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്ത് ഈ മാങ്ങയൊക്കെ കാണിക്കുന്നതെന്നല്ലേ. ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ മാങ്ങ കണ്ണിപ്പെട്ടത്. അപ്പോൾ ഈ മാങ്ങ കണ്ട പാടെ മമ്മി എന്നോട് പറഞ്ഞു, നമുക്ക് പെട്ടെന്നൊരു മാങ്ങാ മപ്പാസ് കറി ഉണ്ടാക്കാമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മാങ്ങാ മപ്പാസ് കറി എന്നൊക്കെ കേൾക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റും കൂടി അറിഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ മാങ്ങാ മപ്പാസ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ മീഡിയം വലുപ്പത്തിലുള്ള 2 മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ മാങ്ങ നമ്മൾ നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിരുമ്മി വെച്ചേക്കും. അപ്പോൾ തിരുമ്മി വെച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. 10ഓളം ചെറിയുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി. പിന്നെ അതിലോട്ട് ചേർക്കാനായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ കടായി അടുപ്പത്തേക്ക് വെക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ, നന്നായിട്ട് ചൂടായി വരുമ്പം 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ 4 പച്ചമുളക് 2ആയിട്ട് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, ഇവിടെ 3 വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ 3 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇഞ്ചി ഇവിടെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 10ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്ത് കറിക്കാണെങ്കിലും ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നതാണല്ലോ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലോട്ടായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ. അപ്പം ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇതൊന്ന് 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തലപ്പാലും 2ആം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവ 3 കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി നമ്മൾ ഒരു 15 മിനിറ്റോളം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2ആം പാല് ചേർത്ത് കൊടുക്കാം. ഈ 2ആം പാലിലാണ് ഈ മാങ്ങ വഴന്ന് വരേണ്ടത്. അപ്പോൾ 1.5 കപ്പ് 2ആം പാലാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മാങ്ങ ഇതിലാണ് നന്നായിട്ട് വെന്ത് വരേണ്ടത്. ഒരുപാടൊന്നും വേവണ്ട, ഉടഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ഇതവിടെ കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. 2-3 തിളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം മാങ്ങയൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ തിളയൊക്കെ വന്ന് കഴിഞ്ഞ് തലപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തിളപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ മപ്പാസ് കറി റെഡി.